ബിസിനസ് ചെയ്യാനും നല്ലൊരു ടീമും നമുക്കൊരു ഇന്റൻഷൻ കഴിവും അതിനുള്ള ഡിസിഷൻ പവേഴ്സും മാത്രം മതി. നമ്മൾ കുറെ ആൾക്കാരെ ഫീഡ് ചെയ്യാന്നുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നത്. ഈ ഫീഡ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാണെങ്കിൽ അത് നേരെ നമുക്ക് തന്നെ തലവേദന ആവുന്നുള്ളതാണ്. ആ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആൾക്കാർക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ്. വന്ന അന്ന് തന്നെ എനിക്കൊരു 2 കോടിന്റെ ബജറ്റ് തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യാന്നുള്ള ആംഗിളാണ്. പല സ്ട്രഗിൾസും ഉണ്ടാവും, എല്ലാവരും ഡേ ടു ഡേ ഉണ്ടാവും. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് പി കെ. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ കോഴിക്കോട് തന്നെ മണ്ണിൽ വന്ന് നിൽക്കുകയാണ്. കോഴിക്കോട് നമ്മൾ എലിസ്റ്റോ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണറുടെ ഷഹാദ് ബംഗ്ല എന്ന് പറഞ്ഞ റോളിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ് നമ്മളൊന്ന് വന്നെത്തിയിരിക്കുന്നത്. അപ്പം എന്നും പറയുന്ന പോലെ ഒറ്റശാസ്ത്രത്തിൽ ഞാനത് പറഞ്ഞു തീർത്തിരിക്കുന്നു. ഇനി ഞാനിങ്ങനെ സംസാരിക്കില്ല, ഇനി ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു സംസാരിക്കുന്ന ഒരു ചടപ്പുള്ളവരുടെ, പക്ഷേ എല്ലാ ആൾക്കാരും ചെയ്തു വരുന്ന സിസ്റ്റം അതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഷാഹദ് ബ്രോനെ ഈ പറഞ്ഞ നമ്മൾ ഇൻ്റർവ്യൂവിൽ വെൽക്കം ചെയ്യാം. വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് പി കെ. താങ്ക് യു. വെൽക്കം ടു എലിസ്റ്റോ യൂട്യൂബ്. അപ്പോൾ ഇത് ഈ സംഭവമൊക്കെ നമ്മൾ എൻ്റെ ഒരു പരിപാടിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. ഡീറ്റെയിലായിട്ട് സംസാരിക്കാം. ഞാനും കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടുകാരനാണ്. അപ്പം നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനൊക്കെ പണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നോക്കാൻ പറ്റും. നമ്മളെ വീട്ടിലെ ആൾക്കാർ പറയും, മോനെ ഈ പോയിട്ട് അത് പഠിക്കുക, അല്ലെങ്കിൽ ഇന്നതാവാൻ നോക്ക്, പോലീസ് ആവും, അല്ലെങ്കിൽ PSC എന്നൊക്കെ പറയും. ആ സമയം നമുക്ക് ആർക്കും ബിസിനസ്സിനെ പറ്റി പറഞ്ഞു തരാൻ ആൾക്കാരില്ല. പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഈ ആൾക്കാരെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയത്. അപ്പോൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇനി വരുന്ന പുതിയ എൻ്റർപ്രണേഴ്സിന് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അതാണ്. അപ്പം ഇൻ്റർവ്യൂ നോക്കുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഗൗരവത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സാധനം മാറ്റിയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഷാഹദ് ബ്രോ നാട്ടിൽ കോഴിക്കോട് എവിടെയായിട്ട് വരുന്നത്? ഞാൻ കോഴിക്കോട് പക്ക കുറ്റിച്ചറാന്ന് പറയും, ബീച്ചിന്റെ അടുത്ത് തന്നെ. നമ്മള് ഓഫീസും ബീച്ചും മുമ്പിലുണ്ട്. അതെ, നമ്മുടെ ഓഫീസ് ഇപ്പോൾ ബീച്ചിന് നേരെ മുമ്പിലാണ് ഓഫീസ് നിൽക്കുന്നത്. നല്ല ഒരു എനർജി ആയിരിക്കും ഫ്രീ ആകുമ്പോൾ വൈകുന്നേരം വർക്ക് ചെയ്യുന്ന ആൾക്ക്. ഇവിടെ ഒരു ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ബസ്സൊന്നും ഡയറക്റ്റ് സ്റ്റോപ്പ് ബീച്ചിലേക്ക് വരുന്നില്ല. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എത്തിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നത് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയിട്ട് ഒരു ചായ കുടിച്ചാൽ മതി. അതെ, പുറത്തിറങ്ങിയാൽ തന്നെ മതി, ഫുൾ ചായ ഷോപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബീച്ചിന്റെ അടുത്ത് ഓഫീസ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് വരാൻ കാരണം? എൻ്റെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടായിട്ട് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് തോന്നിയത് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് വി സ്റ്റിക്ക് വിത്ത് ഹിയർ. കുട്ടിക്കാലം മുതൽ ബീച്ച് അങ്ങനല്ല, ബട്ട് ഇതൊരു ബെസ്റ്റ് ആംബിയൻസാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ പുറത്തിറങ്ങിയാൽ ഒരു ചായ അടിക്കണം. മറ്റേ നമ്മളൊരു വണ്ടി എടുത്ത് പോയി ഒരു ടൈം സ്പാൻ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. ബട്ട് ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ റീഫ്രഷ് ചെയ്ത് നമുക്ക് പുറത്തുനിന്ന് വരാൻ പറ്റുന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമാണ് നമ്മളിവിടെ സ്പീക്ക് ഓൺ ചെയ്യുന്നത്. സോ ഫാർ ഇസ് ബെറ്റർ. ഫസ്റ്റ് തന്നെ നമുക്ക് കമ്പനിയെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ ഷാഹദ് ബ്രോയുടെ ട്രാവലിനെ പറ്റി അറിയാം. അതായത് സാധാരണ ഈ കാലഘട്ടത്തിലൊക്കെ ഇപ്പം നമ്മളൊരു കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരും മോനെ ഈ വേഗം പഠിച്ച് പണിക്ക് പോകാൻ നോക്കുക, അല്ലെങ്കിൽ സേഫ് സോൺ നോക്കും, നമുക്ക് സാറിന് ജോലി കിട്ടിയാൽ മതി എന്നുള്ളത്. അങ്ങനെ അത് നോക്കാതെ എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യണം എന്നുള്ള ലെവലിലെത്താനുള്ള കാരണം? ബിസിനസ് ചെയ്യാൻ ചെറുപ്പത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, മലബാർ ക്യാപ്സ് ആൻഡ് ക്ലോസസ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി റൺ ചെയ്ത ഒരാളാണ് പറയും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന വർക്ക് ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ സാറ്റർഡേ ഒക്കെ സ്കൂളില്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മെഷീനിൽ എന്നുള്ള ശബ്ദം കേട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതൊരു വളരെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവണം. മേ ബി അതായിരിക്കാം. സോ ബിടെക് കഴിഞ്ഞിട്ടാണെങ്കിലും PG കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് വി സ്റ്റിക്ക് വിത്ത് ബിസിനസ്. പിന്നെ അതൊരു ഇഷ്ടമുണ്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ. എല്ലാം തന്നെ നമ്മൾ ആരും ഇതിൽ നിൽക്കില്ല. സേഫ് സോൺ തപ്പി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക ഇനീഷ്യൽ കാലഘട്ടത്തിൽ. നിങ്ങൾ ഈ പിന്നെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഫാമിലിൻ്റെ ഒക്കെ സപ്പോർട്ട്? ഫാമിലി അങ്ങനൊന്നും കൺസേൺ ഉള്ള, പ്രിസൈസ്ലി താല്പര്യം എന്താണോ അത് വർക്ക് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണെങ്കിലും അതെല്ലാം കൊണ്ടു കേട്ടോ. അപ്പോൾ അത് അത്രയൊന്നും കൺസേൺ. ഞാനിത് ചെയ്യാൻ പോകുന്നു, ഓക്കെ നോക്ക്, നല്ലതാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നോക്ക് മാറ്റി ചെയ്യുന്നുള്ളതെങ്കിലും മാത്രമാണ്. ഈ 2016-17 നമ്മളെ കമ്പനി ഫോം. അതെ അതെ, എലിസ്റ്റോ ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ലേ? എലിസ്റ്റോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പല വേർട്ടിക്കൽസ് വന്നു. നമുക്കൊരു സോളാർ എനർജി, റിന്യൂവബിൾ എനർജി വേർട്ടിക്കൽസ് വന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വേർട്ടിക്കൽ വന്നു. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടാണ്. സോ 3 വേർട്ടിക്കൽസാണ് നമ്മൾ മേജർലി ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ട് കമ്പനിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു പാർട്ണറുണ്ട്, വസീം അസ്ലം എന്ന് പറയും, കണ്ണൂരുകാരനാണ്. നമ്മളെ എൻ്റെ കോളേജിൽ MSc എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച എൻ്റെ ജൂനിയറാണ് വസീം എന്ന് പറയുകയാണെങ്കിൽ. നമ്മളിങ്ങനെ ഒരു IEEE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലൊക്കെ പാർട്ടായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നല്ല റാപ്പ് ഒന്നായതുകൊണ്ട്
വെൽക്കം വി ക്യാൻ കണക്ട് എന്നുള്ളതാണ്. രണ്ടാളും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. എൻ്റെ നേച്ചറേ അല്ല വസീമിന്, ബട്ട് സം ഓഫ് ദ ഇന്റൻഷൻ ഇസ് വെരി ക്ലിയർ. സോ അതുകൊണ്ട് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ണറിന് പറഞ്ഞു പാർട്ണർഷിപ്പിനെ സംസാരിച്ച് ബിസിനസ് സംസാരിക്കാം. ഒരു പാർട്ണർ ബിസിനസ്സിൽ പാർട്ണർഷിപ്പായിട്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് നിങ്ങളൊരു ഐഡിയയിൽ? കാരണം രണ്ട് തോട്ട്സ് ആക്കി പല സമയങ്ങളിലും. അതെ, ഞാനിപ്പോൾ 8 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്. പല ആൾക്കാരും പാർട്ണർ ആവണം എന്ന് പറഞ്ഞിട്ട് വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പാർട്ണർ ആവണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ലിറ്ററലി മാർക്കറ്റിൽ തന്നെ ഉണ്ട്. നിങ്ങളതിലേക്കേ വരില്ല, നമ്മൾ പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, ലൈക്ക് നിങ്ങൾ നടത്തിക്കോ, എനിക്ക് ഇത്ര ശതമാനം മതി എന്നൊക്കെ. അത് ഒരിക്കലും ഒരു ബിസിനസ്സിൽ വർക്ക് ആവില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞുതരാം. ആ ആൾ ഇന്നാവണം. എല്ലാന്നുണ്ടെങ്കിൽ അതൊരു റിട്ടേൺ വാല്യൂ മാത്രമാണ്. ഇതിലൊരു റൺ ചെയ്യാൻ ഒരിക്കലും തുടങ്ങിയ പാടൊന്നും നമ്മളൊരു ലഡുവും തിന്നാൻ പോലും പറ്റില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു വിൻ ആണ്. ഞാൻ ഒരു റിലേ നമ്മൾ കളിക്കുമ്പോൾ ഞാനൊരു റിലേ ഓടി ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ അടുത്ത കാർഡ് എടുത്ത് ഓടാൻ പറ്റണം. അത് നിങ്ങൾക്ക് ഓടിയിൽ നിങ്ങൾ തകരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊപ്പം വന്നിട്ട് എന്ത് ചെയ്യണം? ഓടി റിക്കവർ ചെയ്ത് തരണം. ഇതൊരു ഡേ ടു ഡേ നമ്മൾ റൂട്ടീൻ. ഒരു 9 o'clock വസീമിനെ വിളിക്കുമ്പോഴും രാത്രി 12 മണിക്ക് വസീമിനെ വിളിച്ചാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഇത്രയും നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഓടി ഇത്ര എത്തി, അവൻ്റെ ടാർഗറ്റ് ഇത്രയാണ്, അല്ലെങ്കിൽ അവൻ ഇത്ര ഇന്ന ഏരിയയിൽ ഇന്ന ഏരിയ ചെയ്യുന്നതെന്നിരിക്കുക. ഇത് രണ്ടാളേലും ആർക്കെങ്കിലും ഫെയിലിയർ വരുന്നുണ്ടെങ്കിൽ വിൽ ബി മേക്കപ്പ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു പൂൾ വെക്കുന്നു കേട്ടില്ലേ. സോ ആ ഒരു റാപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാവണം എന്നുള്ളത് മാത്രമാണ് പാർട്ട്ണർഷിപ്പിൽ മെയിനായിട്ട് ഇതിൽ വേണ്ട സാധനം. അതില്ലെങ്കിൽ പോയിട്ടോ. പിന്നെ രണ്ടാമത്തേത് 100% ട്രസ്റ്റ്. ലൈക്ക് എന്താണെങ്കിലും പറഞ്ഞ സാധനം ക്ലാരിറ്റി ഉണ്ടാവണം. അത്രയും. അതിൽ ഫേക്കോ അല്ലെങ്കിൽ ബലൂൺ പോലെ വീർപ്പിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 100% ജെനുവിനിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ. ഈ പാർട്ണർഷിപ്പ് ഇത്രയും സിമ്പിൾ ആയിട്ട് വേറെ രീതി പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളുകളാണ്. സാധാരണ നമ്മൾ പാർട്ണർഷിപ്പ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയുന്ന ആൾക്കാർ കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ രീതി അങ്ങനെ വേറെ രീതി തന്നെ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ കളിയിലൂടെ കാര്യം എന്ന് പറയില്ല. അല്ല നമുക്ക് പറയാൻ സന്തോഷമായി. കാരണം നമുക്ക് റീല് കട്ടുള്ള സാധനം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും അറിയോ ഇവിടെ മുതൽ അവിടെ വരെ റീല് കട്ട് ചെയ്യാനാണ് ഡയറക്ടർ ആയതുകൊണ്ട്. അതുപോലെ നമ്മൾ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞു 3 തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഫസ്റ്റ് സോഫ്റ്റ്വെയറിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇൻറ്റൻഷനലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് തുടങ്ങിയ കമ്പനി ഒന്നല്ല. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള താല്പര്യമാണ്. എന്ത് ചെയ്യാമെന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയ റൂം എടുത്തിട്ട് നമ്മളെ ME എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഒരു ഇൻക്യുബേറ്റർ എന്നുണ്ട്. 1000 rupees പെർ മന്ത് കൊടുത്താൽ മതി. ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു അത്. ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ എല്ലാ കോളേജിലും വേണമെന്നുള്ളത്. 1000 rupees നമുക്ക് ചെറിയ റൂം കിട്ടും. ഒരു 150 square feet റൂം. അതിൽ നിന്ന് നമ്മളിങ്ങനെ പല രീതിയിൽ നോക്കിയിരിക്കുന്നത് ഹൗ വി ക്യാൻ മേക്ക് എന്താ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്ന് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരുന്നു എല്ലാ ആൾക്കാരും. കാരണം അത്യാവശ്യം ഹെവി കോസ്റ്റിൽ വെബ്സൈറ്റ്സ് ഉണ്ടാക്കുന്ന കാലഘട്ടമായിരുന്നു. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 1 rupee വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതിനെക്കാട്ടി ലൈക്ക് നമ്മൾ തന്നെ ഏൺ ചെയ്യാനുള്ള എന്ത് മെത്തേഡാണെന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്വാളിറ്റി സെയിൽ പിച്ച് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ആൾക്കാരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. വസീം ഈസ് എ പ്യൂർലി ടെക്നിക്കൽ കം ഇങ്ങനെയുള്ള ക്വാളിറ്റികളാണ്. സോ നമ്മൾ വെബ്സൈറ്റ്സ് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടുന്നുള്ളതായി. സോ നമ്മൾ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓണേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊരു ഓഫീസിലെ വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി ദ പേഴ്സൺ. നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ വിഷനും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു റാപ്പ് വരും. നമ്മളിപ്പോൾ വീഡിയോ സംസാരിക്കുന്ന പോലെ തന്നെ ഒരു റാപ്പ് വരും. ആ റാപ്പിലൂടെ അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് പറയും. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ പണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ 2016 ഈ ടാലി പോലത്തെ സോഫ്റ്റ്വെയർസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാണെങ്കിൽ ഒരു അക്കൗണ്ടിങ് ടീം തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് അതൊരു എക്സലാക്കി മാറ്റി എന്നിട്ടൊക്കെ വേണ്ടിയിരുന്നു ഒരാൾക്കൊരു ഗ്രാഫൊക്കെ കാണണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കുറേ ആൾക്കാർ സമീപിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു സാധനം കൊടുത്തിക്കണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കമ്പനി നമ്മളതാണ് എലിസ്റ്റോ ഇൻഫോർമാറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. എൽസ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ERP പ്രൊഡക്റ്റ് ഡേ ബൈ ഡേ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണെങ്കിൽ പല പല മൊഡ്യൂൾസും പല പല ഫങ്ഷൻസും കീസും ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇതൊരു ചെറിയൊരു യൂസറിനൊരു ലൈക്ക് വി സേ $2 $3 ഒക്കെ ആകെ ഒരു യൂസറിന് ഒരു മാസത്തെ കോസ്റ്റ് വരുന്നുള്ളൂ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദെൻ വി സ്റ്റാർട്ടഡ് ടു റിന്യൂവബിൾ എനർജി സെക്ഷൻ. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ സോളാർ ഉണ്ട്, ലൈക്ക് വിൻഡ്, അങ്ങനത്തെ ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ എല്ലാ വേർട്ടിക്കൽസും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കേരളത്തിൽ ചെയ്യുന്നതിൽ ഒരു top 3 top 5 വി ആർ
സി നമ്മളുണ്ട് ആ ഒരു സെക്ടറിൽ. ദെൻ മൂന്നാമത്തെ സെക്ടറാണ് ലൈക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത് നമ്മളിങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞത് ഒരു കമ്പനീനാണല്ലോ കണക്ട് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്. ഈ കമ്പനീനെ കണക്ട് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ ആൾക്കാരെ പ്രശ്നം കണ്ടിട്ടാണ് വി ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ റിന്യൂവബിൾ എനർജി. കാരണം എനർജി ബിൽസ് കൂടുമ്പോൾ അവരുടെ റിക്കറിങ് വാല്യൂ കുറയുന്നുണ്ട്. സോ അത് മാർക്കറ്റിലൊന്ന് ബൂമുണ്ട് ആ സമയത്ത്. സോ അത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആവുന്നുള്ള ഇൻറ്റൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ദാറ്റ്. സോ ഇത് രണ്ടും ആകുമ്പോൾ നമ്മളിപ്പോഴും ഓണറായിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ ഫിനാൻഷ്യൽ ഇയർ ബഡ്ജറ്റ്സിലും അവർക്കൊരു എക്സ്പാൻഷൻ എന്നുള്ള മെത്തേഡ് എപ്പോഴും ഒരു B2B കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്യും. അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി തുടങ്ങി. അതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി നാളെ സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കുക, ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണമെന്നിരിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഡ്രോയിങ്സും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വി വിൽ മേക്ക് യു ദ ഡ്രോയിങ്സ്. ദെൻ കംപ്ലീറ്റ് ആ പ്രൊജക്റ്റ് ഇന്ന പറഞ്ഞ സമയം എത്രയാണോ ആ സമയത്തിനുള്ളിൽ തീർത്ത് നമ്മൾ പോകും. കലണ്ടർ വെച്ച് മാർക്ക് ചെയ്ത് പോകും, ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും. ആ സൊല്യൂഷൻ നമ്മൾ ഫാക്ടർ ആക്കും. അതാണ് പിന്നെ തുടങ്ങിയത്. ഇതിപ്പോൾ ഇത് 3 സൊല്യൂഷനും എല്ലാ ഇൻഡസ്ട്രീസിനും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള അത്യാവശ്യം റെപ്യൂട്ടഡ് ആൾക്കാരൊക്കെ നമ്മളെ ക്ലയൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ ലെക്സി നമ്മളെ ക്ലയൻറ്റാണ്, വോൾവോ, മെഴ്സിഡീസ് ബെൻസ്, അതുപോലെ തന്നെ PK സ്റ്റീൽസ്, സോഫർ. ഇപ്പോൾ ഇന്റൽ മണി കൊച്ചിയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് non-NBFC ബാങ്കിങ് കമ്പനിയാണ്. സോ ദേ ആർ ഇൻ. സോ ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ ഓട്ടോമോട്ടീവ്. സോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, പിച്ച് ചെയ്യുന്നു. സോ ഇതൊരു എക്സ്പാൻഷൻ ഫോമാണ്. എല്ലാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് മാറുന്നു, അല്ലെങ്കിൽ പുതിയ റിനോവേഷൻ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് കോൾ നമുക്ക് വരും, വി ഹാവ് എ പ്ലാൻ. സോ നിങ്ങളെന്ത് ചെയ്യും, ഒന്ന് വരണം. then അവരെ കൺസെപ്റ്റ് പറയും. ആ കൺസെപ്റ്റ് നമ്മളെന്ത് ചെയ്യും, ഡ്രോയിങ്ങും പേപ്പറും ചെയ്യും. എന്നിട്ട് നമ്മളൊരു ബഡ്ജറ്റ് അലോക്കേഷൻ പറയും. അത് ചിലപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും അവരത് അപ്രൂവൽ തരാം, അവർ ബഡ്ജറ്റ് കണ്ടിട്ട്. സോ വി ആർ ഇൻ ആ ഒരു പ്രോസസ്സിൽ എല്ലാ കമ്പനീസും സോ ഫാർ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവത്തിൽ എനിക്ക് അതിൽ കിട്ടിയ സാധനം വെച്ചാൽ നമ്മളെ മാർക്കറ്റിൽ മാർക്കറ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് ആ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്താണ് നിങ്ങൾ വന്നത്. അതെ, ഓട്ടോമേറ്റഡ് ഇവോൾവിംഗ് എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. തൊട്ടുമ്പോൾ ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞു വെച്ചാൽ എന്റർപ്രണേഴ്സ് പറഞ്ഞാൽ അവര് ചെറുപ്പം മുതലേ പഠിച്ച കാര്യം എന്താണോ, അവർക്ക് അറിയുന്ന കാര്യം എന്താണോ അത് തന്നെയാണ് അവർ ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങനെയല്ല. കാരണം ഞാൻ പഠിച്ചത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനാണ്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും റിന്യൂവബിൾ എനർജി ആയിട്ടൊരു ബന്ധമില്ല. എഞ്ചിനീയറിംഗ് ബന്ധമുണ്ട്. വാട്ട് ഐ എം സേയിങ് ഈസ് അതിൽ ബന്ധമില്ല. ബിസിനസ് ചെയ്യാൻ നല്ലൊരു ടീമും നമുക്കൊരു ഇൻറ്റൻഷൻ കഴിവും അതിനുള്ള ഡിസിഷൻ പവേഴ്സും മാത്രം മതി. ആൾക്കാർ വരും പോവും, കാര്യങ്ങൾ വരും, കസ്റ്റമർ വരും പോവും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പ്രിസൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. പിന്നെ ഇതൊന്നും മാർക്കറ്റിൽ ഇല്ലാത്തൊന്നുമില്ല. 100 many people are there. തേർഡ് പാർട്ടി പീപ്പിൾസ് അലൊക്കേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ജോബ്, എസ്പെഷ്യലി ഹിയർ ഇൻ ഇന്ത്യ. അത്രയും മാർക്കറ്റ് ഓപ്പണാണ്. എവിടെ പോയിട്ട് പിച്ച് ചെയ്താലും കിട്ടും. നാളെ നിങ്ങൾ ഡോറിൽ മുട്ടിട്ട് ഐ നീഡ് എൻ ഇന്റർവ്യൂ ഫോർ യു എന്ന് പറയുന്നത് യു ഗെറ്റ് ഇറ്റ് ഫ്രം ടുമോറോ. അതേപോലെയാണ് മാർക്കറ്റ് കിടക്കുന്നത്. ഫണ്ട് ഫ്ലോ ഇഷ്യൂ എപ്പോഴും മാർക്കറ്റിൽ ചിലപ്പോൾ വരാം, ചിലപ്പം പോവാം, ഇതൊക്കെ ഉണ്ടാവും. ബട്ട് മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഗുണത അത്രയും കൺസ്യൂമേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. നിങ്ങൾക്ക് ഒരു ഡോർ കിട്ടില്ല, അടുത്ത ഡോർ വൈകുന്നേരം മുട്ടി ചിലപ്പോൾ അത് കിട്ടും. വെരി സിമ്പിൾ കാര്യങ്ങൾ. ഇപ്പം ഇങ്ങനെ ബിസിനസിൻ്റെ കേസ് തന്നെ പറഞ്ഞു, നമുക്കൊരു ഏകദേശം ഒരു 200 കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്. അതെ, നമ്മളത് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യസന്ധമായിട്ട് പറയാനുള്ളൂ, നമുക്ക് അത്ര ആൾ വേണ്ട. അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ ആൾക്കാരെ ഫീഡ് ചെയ്യാന്നുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു. ഈ ഫീഡ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാണെങ്കിൽ അത് നേരെ നമുക്ക് തന്നെ തലവേദന ആവുന്നുള്ളതാണ്. പ്രിസൈസ് ആയിട്ട് ഞാൻ ഇപ്പോൾ നോട്ട് നേരത്തെ പറഞ്ഞില്ലേ, വി ഹാവ് എ പ്രൊഡക്ഷൻ ടീം. എക്സാക്ട്ലി വി ക്യാൻ സേ ഈ എല്ലാ സാധനവും ഉണ്ട്. ബട്ട് വി ഇൻറ്റൻഷ്യലി ടേക്ക് എ ഡിസിഷൻ ദാറ്റ് നമ്മൾ പ്രൊഡക്ഷൻ ടീം ഫോക്കസ് ചെയ്യേണ്ട, മേക്ക് ഇറ്റ് എ തേർഡ് പാർട്ടി അലൊക്കേഷൻ. അവരവരെ ബെസ്റ്റ് ചെയ്യട്ടെ. ഇതായിരിക്കും ഒന്നും കിട്ടാത്ത ലെവലിൽ ഇത് പോയിട്ട് ഒരു കാര്യമില്ല. സോ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരേറ്റവും ബെസ്റ്റ് സാധനം നമുക്ക് അലൊക്കേറ്റ് ചെയ്തെടുക്കാം. സോ നമ്മളെ പ്രോസസ്സ് ഫാസ്റ്റ് ആവുന്നുള്ളതാണ്. മറ്റത് നമ്മളെല്ലാ ഏരിയയിലും നമ്മളെ ഒരു കൈ എത്തിയിട്ട് നമ്മളത് സൈൻ ചെയ്ത് പോകുന്ന സമയത്ത് അതിലൊരു ഡിലേ വരാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. സോ തേർഡ് പാർട്ടി അലൊക്കേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ മാർക്കറ്റിൽ എല്ലാവരും, ഞാൻ മാത്രമായിരിക്കും കേട്ടോ, എല്ലാ ആൾക്കാരും അതിനായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. കാരണം അത്രയും സ്റ്റാർട്ടപ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് വർക്ക് ചെയ്ത കുറേ ആൾക്കാർ ഇന്ന് കമ്പനി ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവർക്കൊക്കെ വർക്ക് വേണം ലിറ്ററലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫുൾ സ്റ്റാക്ക് വർക്ക് കിട്ടും എന്നുള്ളതാണ്.
തേർഡ് പാർട്ടി അലോക്കേഷൻ നമ്മൾ പോകുന്ന സമയത്ത്. സോ ഇറ്റ് ഷുഡ് ബി ബെറ്റർ ടു കണക്ട് വിത്ത്. ഇപ്പം 2016 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, 2025 വന്ന് നിൽക്കുക. അന്നും നമ്മൾ എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും മാനേജ് ചെയ്തിട്ടുണ്ട്, ഇന്നും എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും മാനേജ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡിഫറൻസ് എന്ന് തോന്നുന്നുണ്ടോ അന്നത്തെ ഇന്നത്തെ തമ്മിൽ? കസ്റ്റമർ ഡിഫറൻസ് ഒന്നുമില്ല. കസ്റ്റമർ മാർക്കറ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുന്നു. എന്നാണെങ്കിൽ ആൾക്കാർ ഇതൊക്കെ ചെയ്യണം, മേ ബി റീൽസ് കാണുന്നുണ്ടോ, മേ ബി അവർ ലോകം കാണുന്നുണ്ടോ ആയിരിക്കും. പണ്ട് ഇത്രയും ഫ്ലറിഷിങ്ങിൽ നമുക്ക് എക്സ്പാൻഷൻ ഒന്നും പറയില്ല, ബട്ട് പീപ്പിൾ ഹാവ് എ വിഷൻ. ഇപ്പോൾ ആരോട് നമ്മൾ സംസാരിച്ചാലും നമ്മളത് ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ആക്കണം, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള വിഷൻ ലിറ്ററലി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടി നോളജ് ആൾക്കാർക്ക് ലിറ്ററലി വന്നിരിക്കണം. ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ക്വാളിറ്റി ഉണ്ട്, ബട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. വേറാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വാട്ട് വി സേ ലൈക്ക് നമ്മളൊരു ക്ഷമ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവിടെ ആൾക്കാർക്ക് പല ആൾക്കാർക്ക് ലാഗ് വരുന്നുണ്ട്. എസ്പെഷ്യലി 2018 ശേഷം 18 to 20 ശേഷം പാസ് ഔട്ട് ആയിട്ട് വന്ന പുതിയ ആൾക്കാരിൽ നമുക്കിവിടെ 60 വയസ്സുള്ള ആളും വർക്ക് ചെയ്യുന്നുണ്ട്, 21 വയസ്സുള്ള ആളും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈം സ്പാനിൽ മേ ബി ആ മാർക്കറ്റും കൊറോണ ഒക്കെ ആയിരിക്കാം, വി ഡോണ്ട് നോ. അല്ലെങ്കിൽ ഫ്ലറിഷ് ആയിട്ടുള്ള റീൽസ് കണ്ടിട്ടുള്ളതായിരിക്കാം മേ ബി. വൺ ഡേ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എക്സാമ്പിൾ പറയാം, വി സ്റ്റാർട്ടഡ് ഇൻ എ വെരി ലോ ബഡ്ജറ്റ്, ലോ മാർജിൻ. ഒരു ഫുഡ് കഴിക്കൽ വരെ കൺസേൺ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. സോ നമ്മൾ ഇത്ര ആൾക്കാർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരാൾ വരുന്ന സമയത്തും ആ ഒരു ക്ഷമ ഉണ്ടല്ലോ, ആ ക്ഷമ എന്ന് പറഞ്ഞ സാധനം ആൾക്കാർക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ്. വന്ന അന്ന് തന്നെ എനിക്കൊരു 2 കോടിൻ്റെ പ്രൊജക്റ്റ് കൊണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാന്നുള്ള ആംഗിളാണ്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രോജക്റ്റ് തരുന്നത്, അത് നിങ്ങൾ സക്സസ് ആക്കുന്നത്, ഇത് ഞാൻ കുറച്ചുകൂടി വലിയ പ്രോജക്റ്റ് സക്സസ് ആക്കുന്നത്. ഇങ്ങനെ തരുമ്പോഴാണല്ലോ നമുക്കൊരു റാപ്പ് ഉണ്ടാവും. വന്ന പിറ്റേന്ന് തന്നെ നിങ്ങൾ എക്സ്പെക്ടേഷൻ എന്താ വെച്ചാണെങ്കിൽ എനിക്ക് ആ മറ്റൊരു പ്രോജക്റ്റ് ഓൺ ആയിട്ടില്ലേ, ആ പ്രോജക്റ്റ് ഞാൻ ഹെഡ് ചെയ്യട്ടെ. അത് ഹെഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള നെക്സ്റ്റ് കഴിഞ്ഞാണെങ്കിൽ അത് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് സംഭവിക്കുക വെച്ചാണെങ്കിൽ ലോങ് റണ്ണിൽ അത് ഫിനാൻഷ്യൽ ലോസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വി ആർ നൗ ടേക്ക് ഇറ്റ് ഫോർ ദാറ്റ് ഡിസിഷൻ. പീപ്പിൾ ആർ നോട്ട് റെഡി ഫോർ ദാറ്റ്. അവരൊക്കെ എല്ലാവർക്കും ലൈക്ക് മാസ് വലുത് അതെ 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 അതൊരിക്കലും വെക്കാതെ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളെ ഈ ഒരു യാത്രയിൽ 8-9 വർഷത്തോളം യാത്രയിൽ 8 വർഷം ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊരു മൂമെന്റ് ഉണ്ടാവും ബിസിനസ്സിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗിൾ ചെയ്ത ഏതെങ്കിലും ഒരു മൂമെന്റ് ഉണ്ടാവും. അതായത് നമ്മളിത് ഓവർകം ചെയ്യേണ്ട അങ്ങനത്തെ 2 മൂമെന്റുകൾ പെട്ടെന്ന് ചോദിച്ചു ഞാൻ പറയാൻ വരുന്നത്. ഒരു എംപ്ലോയിനോട് ഞാൻ സത്യം തരുമല്ലോ, ഒരു എംപ്ലോയിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. എംപ്ലോയി മേ ബി ചെയ്തായിട്ട് ഇന്ന കമ്പനി എന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പറയും. ബട്ട് ഒരു ബിസിനസ്, ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ സ്ട്രഗിൾ. Every day, every moment, every hour is a point to make decision. അതൊരു സ്ട്രഗിൾ ആയിരിക്കും, ഒരു ഫ്ലോ അനാലിസിസ് ആയിരിക്കും. ഇന്നലെ അക്കൗണ്ടിൽ 10 കോടി ഉണ്ടാവും, ഇന്നലെ ഇപ്പോൾ 1 ലക്ഷം രൂപ പോലും ഉണ്ടാവില്ല. വാട്ട് വി സേ, അതൊരു റൊട്ടേഷനാണ്. വി ആർ മേക്കിംഗ് എ ബലൂൺ. ഓക്കെ, അതിങ്ങനെ ഒരു കൃത്യമായിട്ട് കണക്കുണ്ട് സൈക്കിൾ. ആ സൈക്കിൾ ഇങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിലാണ് ഇതിൻ്റെ ഒരു ഗെയിം കിടക്കുന്നത്. സോ നിങ്ങൾ നാളെ അമ്പാനിൻ്റെ അടുത്ത് പോയാലും എൻ്റെ അടുത്ത് വന്നാലും ഇപ്പോൾ ചെറിയൊരു വാട്ട് വി സേ ഒരു ചായക്കടക്കാരൻ്റെ അടുത്ത് പോയാലും ഡിസിഷൻ വിൽ ബി സെയിം. ഞാൻ പറഞ്ഞു മനസ്സിലായി. അവരെല്ലാവരും ഇതിൽ ഹാപ്പി ആയതിനെ കൊണ്ട് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മാക്സിമം കണക്ഷൻസ് ലൂപ്പ് ഉണ്ടാക്കുക, അതാണ് നമ്മളെല്ലാവരും ലക്ഷിക്കുക. ഓരോരോ ടൈം സ്പാനിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ദി ആർ വിത്ത് അസ്. അവർ കണ്ടിന്യൂറ്റിയിൽ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. ഇപ്പം അടുത്ത 2 ഇയർ കഴിഞ്ഞിട്ട് ഏതൊക്കെ പ്രൊജക്റ്റ് വരണം എന്നുള്ള ഒരു ഏകദേശ വ്യൂ എനിക്കുണ്ടാവും എൻ്റെ കമ്പനിയിൽ. അപ്പോൾ അതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലത്തെ സ്ട്രഗിൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ ബാക്കോട്ട് പോകണം. അത് ശരി, ഞാൻ മെന്നാ തിന്നിട്ടില്ലായിരുന്നില്ലേ, അത് ഭയങ്കര മനസ്സിലായി, അതൊരിക്കലും വർക്ക് ആവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും ഇതുവരെ ആരും പറയാത്തൊരു സീരിയസ്ലി ബാക്കിയുള്ളതൊക്കെ പറയുന്നറിയോ. കാരണം ഞാൻ ആ സമയത്ത് ഇന്നൊരു ഫണ്ടിന്റെ പ്രശ്നം വന്നു, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വന്ന ആൾ പറഞ്ഞത് ആളൊരു കൺസ്ട്രക്ഷൻ സ്ഥലത്താണ് മരിച്ചു, അതാണ് അയാൾ ഏറ്റവും വലിയ വിഷമം വെച്ച് കാര്യം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ സംഭവിച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഇതൊക്കെ നടക്കൂല. ഇതൊക്കെ ഇതിന്റെ പാട്ടല്ലേ. നിങ്ങളൊരു കാർ ഓടിക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് ഓടിക്കണോ ലെഫ്റ്റിലേക്ക് ഓടിക്കണോ? ഞാൻ സിദ്ധാന്തം പറയാം. ഒരു കാർ നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വരും, ഒരു അമ്പ് വന്നാലും മെല്ലെ എടുക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളൊരു കുഴി ചാടും, ചിലപ്പോൾ വണ്ടി തട്ടും. നിങ്ങൾ ഇതിലൊക്കെ റിഗ്രറ്റ്സ് ആലോചിച്ചിരുന്നാലെങ്കിൽ ആ വണ്ടിയിട്ട് വേറെ വണ്ടി എടുക്കുന്ന പറഞ്ഞ പോലെയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിൽ സ്ട്രഗിളൊക്കെ വരും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ അറിയാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ റമദാൻ്റെ സമയത്ത് മറ്റേ കുമ്പളി നമ്മളൊരു ഹോട്ടൽ പ്രോജക്റ്റ് എടുക്കുന്നുണ്ട്, ഹോട്ടൽ കുമ്പളി കീറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ വർക്കറാണ് വണ്ടി ഓടിക്കുന്നത്.
ഒരു വണ്ടി ഇടിച്ച് രണ്ടാമത്തെ ഇടിച്ച് 3 വണ്ടി ടോട്ടൽ ലോസ് ആക്കി. നമ്മളെ വണ്ടി ബെറ്റർ അതിനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാണ്. ബട്ട് ഇതൊരു സ്ട്രഗിൾ ആണെന്ന് വെച്ചാൽ വിനോനോ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അത് തട്ടി പോലീസിന് കീ കൊടുത്തു, എന്താന്നുള്ള കേസ് വിളിച്ച് പറഞ്ഞോളൂ. ഞാൻ അടുത്ത ടാക്സി വിളിച്ചു, ആ സ്ഥലത്തേക്ക് പോയി ആ കാര്യം തീർത്തു, തിരിച്ചു വന്നു. പോലീസ് പറഞ്ഞ് ഇന്ന ആൾക്കാർക്ക് ഇന്നെ കംപ്ലയിൻ്റ് ഉണ്ട്, ഓക്കെ അവർക്ക് എന്താ ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണോ, വിൽ ഡു ഇറ്റ്. അവർക്ക് എന്ത് ഹോസ്പിറ്റൽ ഹെൽപ്പ് വേണോ, വിൽ ഡു ഇറ്റ്. അതിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം. അവർ ഹാപ്പി, ഞാനും ഹാപ്പി. ഞാൻ തിരിച്ചു വന്നു, വണ്ടി ഇൻഷുർ ചെയ്തു, വണ്ടി തിരിച്ചു കിട്ടി. ഞാനപ്പോൾ വേറെ വണ്ടിയിൽ അത്രയും കാലം വർക്ക് ചെയ്തു. ദെൻ ഈ ഫ്ലോ ഇസ് ലൈക്ക് ദിസ്. ഞാനതിനൊരു വിഷമം എന്ന് പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തട്ടേ ആൾക്ക് വിഷമം ഉണ്ടോ വെച്ചാണെങ്കിൽ നമ്മളെ കാരണം കൊണ്ടല്ല അറ്റേ, വേറെ ആൾക്കാർ കാരണം കൊണ്ടാണ് തട്ടിട്ടുള്ളത്. ബട്ട് അറ്റ് ദ എൻഡ് വി ആർ ഹാപ്പി ടു ഫീഡ് വിത്ത് എവരി വൺ. ത്രൂ. അപ്പം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാണ് നമ്മുടെ ഇന്റർവ്യൂവിലെ മെയിൻ. അതായത് ഇനിയിപ്പം ഞാനിപ്പം കമ്പനി സ്റ്റാർട്ട് ഏകദേശം ഒരു 6 മാസത്തെ അടുത്തായിട്ടുള്ളൂ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട്. അപ്പം എന്നെ പോലത്തെ പുതിയ സ്റ്റാർട്ടപ്പേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആളുടെ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ? അങ്ങനെയൊന്നും ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ നേച്ചറേ ആയിരിക്കില്ല നിങ്ങളുടെ നേച്ചർ. ഒരാൾക്കും സത്യസന്ധമായിട്ട് പറയാം, ഒരു ട്രെയിനറിനും അല്ലെങ്കിൽ ഒരാൾക്കും നിങ്ങളോട് ഞാൻ പറയാം ഇത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. ഇറ്റ് നെവർ വർക്ക്. നിങ്ങളെ നേച്ചറും നിങ്ങളെ ഉറങ്ങി വെച്ച് വരുന്ന സ്ഥലവും നിങ്ങൾ തിന്ന ഫുഡും എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റും എനിക്കല്ല. ഞാൻ ആകെ എത്ര പറയുന്നുള്ളൂ, പല സ്ട്രഗിൾസും ഉണ്ടാവും. എല്ലാവരും ഡേ ടു ഡേ ഉണ്ടാവും. അതിനെ ഫേസ് ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നില്ല. ഒരാളൊരു ഉപദേശങ്ങൾ കേട്ടിട്ടോ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയാം ഇന്ന ചെയ്തോ, ഇതിപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡാ, അത് ചെയ്താൽ ഇപ്പോൾ ഉള്ളതും കൂടി പൊളിഞ്ഞു. ഞാൻ ജസ്റ്റ് പറയാം, ബി വിത്ത് ദ പ്രൊഡക്ഷൻ, ട്രൈ ടു മാക്സിമം ബെസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നിങ്ങൾ ചെയ്തോ. എന്നിട്ട് ഔട്ട് കിട്ടിയില്ലേ വിട്ടളോ, കുഴപ്പമില്ല, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. എന്നിട്ട് നിങ്ങളിപ്പോൾ എല്ലാം കഴിഞ്ഞൊരു തുണി എടുത്ത് റോട്ട് പോയി കിടന്നാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയാൻ മനസ്സിലായി. നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ, ഇത് ശ്രമിക്കാതെ ഞാൻ ശ്രമിച്ച് കിട്ടിയില്ല എന്നൊന്നും കാര്യമില്ല. ഞാൻ പറയാം ഡേ ടു ഡേ ഇസ് എ സ്ട്രഗിൾ ടൈം. നിങ്ങളിത് നടത്തുന്നോണ്ട് ഞാൻ പറയാം നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഞാൻ ഡെയിലി രാവിലെ മുതൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി മോട്ടിവേറ്റ് ആയിക്കൊണ്ടു. ഡെയിലി ഒരു 3 ഇന്റർവ്യൂ എടുത്തു. 3 ഇന്റർവ്യൂ 3 ആൾക്കാർ എക്സ്പീരിയൻസാ. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഇങ്ങനെ എനിക്ക് കയറിക്കൊണ്ടു. പണ്ട് എനിക്ക് ബുക്കൊന്നും വായിക്കാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ബിസിനസ്സുകാർ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വായിക്കുന്ന ബുക്കുകളും ഈ പറയുന്ന ആളുകളും മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ സംഭവം ഫണ്ട് ഫോണിന്റെ കേസ് പറഞ്ഞില്ലേ, ഞാനിപ്പം ഒരു ഇവന്റ് ആയിരുന്നു നടക്കുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ഫോൺ അങ്ങനെ വന്നോണ്ടിരിക്കും. ഇവിടെ അഡ്വാൻസ് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഫണ്ടിലാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നാളെ എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്. പെട്ടെന്നൊരു വേറെ ഫണ്ട് വരാനില്ല അതിൻ്റെ ആഡിൻ്റെ ആ ഒരു അക്ഷയ ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആ പറഞ്ഞ ടൈം മാക്സിമം ഹെൽപ്പ് ചെയ്യുക, ഫീഡ് ചെയ്യാൻ പറ്റുക. ഒരാൾ ഫുഡ് കഴിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫുഡ് കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ തപ്പം പൈസ ഉണ്ടോ പോക്കറ്റിൽ, യു ക്യാൻ ഫീഡ് ദം. ഓക്കെ, ഇത് നിങ്ങളെ എല്ലാ റൂട്ടിലും നിങ്ങളെ രക്ഷിക്കും. അത്രേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മളെ കയ്യിലല്ല. വി ഡു ദ ബെസ്റ്റ് ഓൺ ടൈം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുതരാം, നമ്മൾ മുട്ടി നിൽക്കുന്ന പല സാഹചര്യത്തിൽ നമ്മൾ പോലും ആലോചിക്കാതെ ഫണ്ട് നമ്മളെ അക്കൗണ്ടിൽ കഴിക്കും. ഒറ്റ ഇൻറ്റൻഷനുള്ളൂ, നമ്മളിതുവരെ ആരും ചതിച്ചിട്ടില്ല, ആരും പറ്റിച്ചിട്ടില്ല. ഞാൻ വിറ്റൊരു സാധനവും ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല. അതിനെക്കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല. അത് നമുക്ക് തന്നെ ബൂസ്റ്റ് ആവും. നമ്മൾ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ ഫോർഗെറ്റ് അബൌട്ട് ദ ഗോഡ് സംതിങ് അങ്ങനത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ വണ്ടി വിട്ടാ നിങ്ങൾക്ക് ഇന്നെ നീഡുണ്ട്, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ആവും. ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും ആരും പഠിച്ചിട്ടില്ലല്ലോ, വരും, വിൽ ട്രൈ. അടുത്ത കോളിൽ വിളിക്കുമ്പോൾ നിങ്ങളെ ഇമ്പ്രഷനെ മാറും. ബട്ട് നിങ്ങൾ ഒരാൾ പറ്റിച്ചിക്കണമെങ്കിൽ എന്താ സംഭവിക്കാറിയോ, നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാനോ ലൈക്ക് അല്ലെങ്കിൽ തൂങ്ങി വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വാട്ട് വി സേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് മുങ്ങാനോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളെ കാഴ്ചപ്പാടുണ്ടാവുക. ജസ്റ്റ് ഫേസ് ഇറ്റ്. എടുത്തിട്ട് പറയാം ദിസ് തിങ് ഇങ്ങനെയൊക്കെയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ വരുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഡേറ്റിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വി ഗെറ്റ് എ കോൾ, വിൽ ട്രൈ. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ, ഡിസിഷൻ മേക്കിംഗ് ബിസിനസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. അപ്പോൾ ഒരു ഡിസിഷൻ ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള പറ്റിയുള്ള അഭിപ്രായങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്, ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ റൂട്ടീനും. നിങ്ങൾ നാളെ പറയാം ആഴ്ചയിൽ 4 ദിവസമേ നമുക്ക് വർക്കിംഗ് ഉള്ളൂ, ബാക്കിയുള്ള ഹോളിഡേ ആണ്, നിങ്ങൾക്ക് പലതും പറയാലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. സോ നമ്മൾ പറയുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി വേർഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായി.
ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരാണ് ഇന്ന കേസ് പറഞ്ഞിട്ട്, സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിൽ ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്ന കാര്യം കൊണ്ട് ഞാൻ എടുത്ത നാളെ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. സോ ഞാനിപ്പോൾ അത് ഇങ്ങനെ ഡിസിഷൻ എടുത്തേ മതിയാവുള്ളൂ. ആ ഡിസിഷൻ പ്രിസൈസ് ആയിക്കൊള്ളണം. അതില്ലാന്നുണ്ടെങ്കിൽ അതാവണമെങ്കിൽ എനിക്ക് വയനാട്ടിൽ പോകണോ, വയനാട്ടിൽ പോയി നിന്നിട്ട് വന്നോട്ട് ആയിക്കോ, അല്ലെങ്കിൽ വണ്ടി ഓട്ടണോ, വണ്ടി ഓട്ടണം. ഞാൻ എൻ്റെ ഒക്കെ ക്യാരക്ടർ പറഞ്ഞുതരാം. ഞാൻ വണ്ടി ലോങ് ഓടിക്കും. എന്തെങ്കിലും ലൈക്ക് നമുക്ക് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ പാട്ടൊക്കെ പ്ലേ ആവുന്നുണ്ടാവും, നമ്മൾ വേറെ ഓടുമായിരിക്കും, നമ്മുടെ മൈൻഡ് വേറെ. ഇതൊരു റൂട്ടീനാണ്. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ അറിയുന്ന കുറേ ആൾക്കാർ ഇതേ ഉണ്ട്. വേറെ ആൾക്കാരും വീട്ടിലൊരു ക്ലോസ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ നേച്ചറായിരിക്കും. സോ അതിൽ നിങ്ങൾ എടുത്തു വരുന്ന ഡിസിഷൻ അത്രയും പ്രിസൈസ് ആവണം എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അതാവും. അത്രേ ഉള്ളൂ. ഈ വായന നമ്മളെ നല്ലതാണെന്നൊക്കെ പറയുന്നതായിട്ട് അതിനെക്കുറിച്ച് വായന ബുക്കുകൾ കുറെ കാണുന്നുണ്ട്. അത് ഞാൻ ലെറ്റർ വസീം വായിക്കുന്നത്. ഞാൻ അത്രമാത്രം ബുക്ക് വായിക്കുന്ന ആളല്ല. ബട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് ബൂസ്റ്റ് ആവുള്ളൂ. കാലങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമാജിനേഷൻ പവർ നിങ്ങൾക്ക് വരും. കണ്ടാലും ഇതിൻ്റെ വേറൊരു ആംഗിൾ തന്നെ എത്താം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതാ ലക്കി ബസ്റ്റർ പടം കണ്ടിട്ട് കുറേ ആൾക്കാർ ഞാൻ ന്യൂസ് ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി ന്യൂസ് എപ്പോൾ 2-3 ദിവസം മുന്നേ. എവറി വൺ ഗെറ്റിംഗ് ഇൻസ്പയർഡ് ടു സംതിങ്. ഒരു പടം കാണാനായിക്കോട്ടെ, ഒരു ബുക്ക് കാണാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് കാണാനായിക്കോട്ടെ, ആൾക്കൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇൻസ്പിറേഷൻ എത്ര ടൈം ഉണ്ടാവും എന്നുള്ള മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളൊരു ബുക്ക് വായിച്ചാലും അതിൽ നിങ്ങൾക്ക് ഒരു അഡാപ്റ്റേഷൻ കിട്ടി, നിങ്ങളത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങി ഒന്ന് ചായ അടിച്ച് വരുമ്പോൾ വാട പോകാന്നുള്ള ആംഗിളാണെങ്കിൽ വർക്കാവില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് വരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്. എന്ത് ചെയ്യുകയാണെങ്കിലും ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ കുറേ സമയം അതിന് വേണ്ടി സ്പെയർ ചെയ്യും. സ്പെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കുറേ നേരം അത് പ്രോസസ്സ് ചെയ്യും. ഒരു പടമാണെങ്കിൽ 2.5 മണിക്കൂർ, ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അത് തീർന്ന് നിങ്ങൾ പോകും. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ റീലാണെങ്കിൽ 2 സെക്കൻഡ്സിൽ പോകും. ബുക്ക് നിങ്ങളിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ 1 അവർ സെയിം പ്രോസസ് ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ സ്ട്രൈക്കായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിരിക്കും. ഇതാണ് അതിൻ്റെ പവർ. വ്യത്യാസം അതാണ്. സോ വായിക്കാൻ പറ്റിയെങ്കിൽ ബെറ്ററാണ്. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ChatGPT ഒക്കെ എന്നോട് ചോദിച്ചാലൊക്കെ പറഞ്ഞുതരും. അത്രേ ഉള്ളൂ. ഡിസിഷൻസ് എന്താ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ടീമിനോട്, ഇന്നാണ് നമ്മളൊക്കെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ പാസ്സാവൽ വളരെ എളുപ്പമായിരുന്നു. എന്താ വേണ്ടത് ചോദിച്ചാൽ ഉത്തരം വരെ കിട്ടുന്നത്. പണ്ട് നമ്മൾ ഗൂഗിളിലൊക്കെ ഇങ്ങനെ പ്രിൻ്റ് അടിച്ചിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ 10-20 മിനിറ്റ് കണ്ടിട്ട് വേണം ഒരു സാധനം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ A+B² എങ്ങനെ ഇങ്ങനെ ആയി ഔട്ട് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു. കാലഘട്ടം അത്രയും ഫാസ്റ്റാണ്. ഇതിൽ നിങ്ങൾ ടൈം എങ്ങനെ നിങ്ങൾ സ്പെയർ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ എന്തൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഒന്നും കൂടി ബെറ്ററായിട്ട് എക്സ്പാൻഷൻ പ്ലാൻ ആക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് ഇതേപോലെ തന്നെ നമുക്കൊരു ദുബായ് ഓഫീസുണ്ട്. അവിടെ ഒന്നും കൂടിയും എക്സ്പാൻഷൻ നമ്മൾ മോർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പാർട്ണർ അവിടെ ഉള്ളത്. സോ അദ്ദേഹം ത്രൂ അവിടെ കുറച്ചും കൂടി ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു പ്ലാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വി ഓൾറെഡി ഇൻ ബഹ്റൈൻ, ഖത്തർ, അതുപോലെ തന്നെ സൗദി, ദുബായ്, മൊത്തം നെറ്റ്വർക്ക് ഓൾറെഡി ഉണ്ട്. അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം 2 കാര്യങ്ങളാണ് എനിക്ക് ഇന്റർവ്യൂ അതിനിപ്പോൾ പറയാനുള്ളത്. ഒന്ന്, അടുത്തൊരു 5 വർഷത്തിനുള്ളിലായിട്ട് അടുത്തൊരു ഇന്റർവ്യൂ നിങ്ങളും നിങ്ങളെ പാർട്ണറുടെ ആയിട്ട് ഒരു ഇന്റർവ്യൂ തരണം. പിന്നെ ആ സമയത്ത് വലിയൊരു എക്സ്പാൻഡ് ചെയ്തുള്ള വലിയൊരു കമ്പനി ആയിട്ട് മാറണം. തീർച്ചയായിട്ടും ആവും. ആ സമയം വേറെ കാര്യം ഉണ്ട്. ഞാൻ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനി ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെടുത്ത് വരും. എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അത്ര പറഞ്ഞതാ. ലൈക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആളാണെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം, ഷെഡ് വെക്കാനും പറ്റും. വാട്ട് വി സേ, ലൈക്ക് നിങ്ങൾക്കൊരു മറ്റേ ഹൈ എൻഡ് മെറ്റീരിയൽ വെക്കണമെങ്കിൽ അത് വെക്കാം. നാളങ്ങൾ മാറിയിട്ട് വെക്കണം. അതാവണം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ കൺസെപ്റ്റാണ്. ബാക്കിയുള്ള കൺസെപ്റ്റ് അതായിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. പല ആൾക്കാരും നമ്മളോട് തന്നെ പറയുന്നത് ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ് യു ആർ വർക്കിംഗ്. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് വർക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സിമെൻറ്റ് വെച്ച് കല്ല് കെട്ടാനും പഠിക്കുന്നുണ്ട്, ലൈറ്റ് എത്തിക്കാനും പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ് ആണ് നിങ്ങളൊരു എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് തന്നെ ഫസ്റ്റ് ഇയർ മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം. സോ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ജനറലി വി ക്യാൻ സേ. ബട്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ ലാൻഡ് വെക്കാൻ പറ്റില്ല. വി ക്യാൻ സേ ഒരു സാധനം വെക്കാൻ പറ്റില്ല. ഒരു ട്രേഡ് ബിസിനസ് ആണോ നമ്മളെ കൊണ്ട് സംസാരിച്ച് വെക്കുന്ന കേസാണോ, വിൽ സെൽ ഇറ്റ്, വിൽ മേക്ക് ഇറ്റ്. അത്രേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുണ്ടാകും കൂടെ. തീർച്ചയായിട്ടും നമ്മൾ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റാൻ നോക്കാം. കൂടെ സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും. അപ്പം ഇനി എന്താ പറയുക, മുന്നോട്ടുള്ള യാത്രകളൊക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകട്ടെ. നിങ്ങളുടെ ഇന്റർവ്യൂസ് നമുക്ക് ഇനിയും തരണം. നിങ്ങൾ ഇത്രയും തിരക്കുള്ള സമയങ്ങളൊക്കെ ആയിട്ടും
നമുക്ക് ഈ ഹാഫ് ആൻ അവർ നമുക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഒരു റിവ്യൂ കൂടി പറഞ്ഞോളെ, എങ്ങനെയുണ്ട് നിങ്ങളെ റിവ്യൂ പറയട്ടെ, കേൾക്കട്ടെ, അതും കൂടി അപ്ലോഡ് ചെയ്യും. ഇന്റർവ്യൂ സീരിയസ് ആയിട്ട് ഞാൻ ഇത്രയും കുറഞ്ഞ ഇന്റർവ്യൂസ് ഇപ്പോൾ എടുത്തുള്ളൂ, ഒരു 10-12 ഇന്റർവ്യൂസ് ഇപ്പോൾ നിലവിലെടുത്തുള്ളൂ. പക്ഷേ ഇന്റർവ്യൂവിൻ്റെ അകത്ത് എനിക്ക് വ്യത്യസ്തമായ ഉത്തരം കിട്ടിയൊരു ഇന്റർവ്യൂ ആണ്. സീരിയസ്ലി ഞാൻ വെറുതെ റിവ്യൂ പറയാൻ വേണ്ടി പറയല്ല, സീരിയസ് ആയിട്ടും വ്യത്യസ്തമായ ഇന്റർവ്യൂ ആൻസേഴ്സ് കിട്ടിയൊരു ഇന്റർവ്യൂ ആണ്. കാരണം ഇപ്പോൾ ആ പറഞ്ഞ ചോദ്യങ്ങളിൽ എനിക്ക് വ്യത്യസ്തമായ ഉത്തരം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വെറുതെ അല്ല, നമ്മൾ ബാക്കി ഇന്റർവ്യൂസ് കണ്ടാൽ മനസ്സിലാവും. അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റായ 2-3 സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫണ്ടിൻ്റെ കേസുകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സർക്കിൾ പോലെയാണ്, അത് നമ്മൾ ഡീൽ ചെയ്ത് പോകുന്ന കാര്യങ്ങളും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കേസ്. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഇവന്റ് കാര്യം പറഞ്ഞല്ലോ, ഇവന്റിന്റെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തു. അപ്പം ആ കണ്ടക്ട് ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഏകദേശം ഇവന്റ് 1-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തു നമ്മൾ. അപ്പം ആ ദിവസം തൊട്ട് മുമ്പേ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ നൈസായിട്ട് പറഞ്ഞു നമുക്ക് ഫണ്ട് കയറി ഷോർട്ട് നമുക്ക് കുറച്ചായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളെ ക്യാപിറ്റലിലുള്ള ഫണ്ട് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അന്ന് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് ഞാൻ വെറുതെ കാരണം എനിക്കിത് കഴിഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ അപ്പോൾ 2 കൂടി സ്ട്രഗിൾ ആവും. ഇതിപ്പോൾ ചെയ്യേണ്ട, ഒരു 10-15 ദിവസം മുമ്പോട്ട് നീട്ടിട്ടിട്ട് പ്രശ്നം ചെയ്യാനുള്ള ആ ഒറ്റ ഡിസിഷൻ എടുത്തുകൊണ്ട് ഇന്ന് ഞാൻ സമാധാനത്തോടെ ഇന്ന് സംസാരിക്കും. ഈ സംഭവം നിങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടേ, അപ്പോൾ ഞാൻ ട്രാക്കിലാണ്, കറക്റ്റ് ട്രാക്കിലാണ് ഞാൻ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പെണ്ണോ ഒരു കോടി പറയുള്ളൂ, 10 ലക്ഷം ഒരു കോടി പെണ്ണെന്നായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ. ഇത് നിങ്ങളിപ്പോൾ 1 കോടി നിങ്ങൾക്ക് പല ആൾക്കാർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പർച്ചേസറായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകാനുണ്ട്. നിങ്ങൾ ഈ 1 കോടി ഇൻസ്റ്റൻറ്റ് സെക്കൻഡിൽ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യോ 0. നിങ്ങളതിനെ സെർവ് ചെയ്ത് പ്ലേറ്റിലിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ആവശ്യക്കാർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ നിങ്ങളെന്താ ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. വാട്ട് ഐ ആം സേയിങ് ഈസ് ഒന്നുള്ളത് ഇപ്പോൾ നാളെ 1.10 1.20 അപ്പോഴായിരിക്കും 10-20 പോയിക്കൊണ്ടിരിക്കുക അപ്പുറത്തും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ലാഗ് ഉണ്ടാവും. അത് പറഞ്ഞ് മനസ്സിലാക്കാം, കൈ കൊടുക്കാൻ പറ്റുക കൈ കൊടുക്കാം, കാറി പിടിച്ചിരുത്താം, വേണമെങ്കിൽ പോയി ചായ പിടിച്ച് സംസാരിക്കാം. നമ്മളൊരു ലോക്കാവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ജെന്യൂനിറ്റിയിൽ അവിടെ പറന്നു പോകണമെങ്കിൽ പറന്നു പോകാം. ദിസ് ഇസ് തിങ് ഇങ്ങനെയാണ് ഇന്ന സമയത്തേക്കായിരിക്കും ഞാൻ പ്ലാൻ ആക്കുന്നത്, ഇങ്ങനെ ഡിലേ ഉണ്ട്, അതിൻ്റെ ഡിലേ എന്താണോ ഐ വിൽ മേക്കപ്പ് ഇറ്റ്. സോ അതിലെനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യും. സോ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്ന് പറയുകയാണെങ്കിൽ എവരിവൺ കം. ശരി, ഇനി എല്ലാവരും വെണ്ടറാണ്, നിങ്ങൾക്ക് ഇത്രയും കൂടി ഒരു ഓർഡർ വരാനുണ്ട്. സോ ഞാനിതിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇത്ര റിലീസ് ചെയ്യുന്നുണ്ട്, ഒരു ഓർഡർ കൂടി വരുന്നുണ്ട്, അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് എടുത്ത് അത്ര എമൗണ്ട് കൂടി നിങ്ങൾ വെച്ചോളി മേ ബി. അപ്പോൾ ദേ വിൽ ബി ഹാപ്പി. ഞാൻ പറയാം ആരും വരുതണ്ട, ബട്ട് നൈസായിട്ട് ആ സാധനം കൊണ്ടാകാൻ പറ്റിയത്. വളരെ സംഭവം നിങ്ങൾ പറഞ്ഞാലൊക്കെ ഇന്റർവ്യൂ കാണുന്നതിനേക്കാൾ ഉപരി ഞാൻ എടുത്തോണ്ടിരിക്കുക, ആവശ്യമുള്ളവർക്ക് എടുത്ത് അക്ഷയ പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷുവർ, താങ്ക് യു.